ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലൂടെ പാർട്ടി അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനൊരുങ്ങി പാർട്ടി. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. പത്താങ്കൽ സ്വദേശി നാദിഷയാണ് കാണാതായത്. ഇരിങ്ങാലക്കുട ITU അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധ സമരം. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നിക്ഷേപകർ. തിരുവില്ലാമലയിൽ വളം ഡിപ്പോയിൽ മോഷണം. മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും 1 ലക്ഷം രൂപ കവർന്നു. പുൽനാശിനി ആവശ്യപ്പെട്ട് കടയിലെത്തിയ ആളാണ് മോഷണം നടത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ വീർപ്പുമുട്ടി തിരുവില്ലാമല, മലേശമംഗലം, തെക്കേ പുത്തൻമാരി നിവാസികൾ. മേഖലയിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലൂടെ പാർട്ടിയെ അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി. കരുവന്നൂർ കേസിൽ ED നൽകിയ കുറ്റപത്രത്തിലെ 68ാം പ്രതിയാണ് CPM. നിലവിലെ ജില്ലാ സെക്രട്ടറി KS പരിഗണിക്കുന്ന കൊച്ചിയിലെ PMLA കോടതിയിൽ ചൊവ്വാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ചരിത്രത്തിലാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ക്രിമിനൽ പ്രതിയാക്കുന്നത്. ഇതിനായി നിയമ ദുരുപയോഗമാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കേന്ദ്രം നടത്തുന്നതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അതിന് തെളിവാണ് മയക്കുമരുന്ന് കടത്തിനെതിരായ PMLA നിയമം CPM-നെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെ CPM-നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യഥാർത്ഥ കുറ്റവാളികൾക്കെതിരായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു നിയമത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഇത് തങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അവരിൽ ചിലരെ വിലപേശാനും ചിലരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാനും സമ്മർദ്ദത്തിന് വഴങ്ങാത്തവരെ ഈ കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കാനും ഒക്കെയുള്ള നിഗൂഢ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPIM-നെ പ്രതിയാക്കിയിട്ടുള്ളത്. കോൺഗ്രസ് പലപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ ED-യുടെ കേസുകൾക്ക് പിന്തുണയുമായി പലപ്പോഴും നടന്നത് നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ അവർക്ക് ED വിരുദ്ധ നിലപാടില്ല. നേരത്തെ സംസ്ഥാനം LDF ഭരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളെ നിയമദുരുപയോഗം വഴി അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് CPM. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് 5-ന് തൃശൂർ EMS സ്ക്വയറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അബ്ദുൽ ഖാദർ അറിയിച്ചു. നിയമപരമായി കോടതിയിൽ നിയമപോരാട്ടം നടത്തുമ്പോൾ തന്നെ രാഷ്ട്രീയമായി ഈ ജനവിരുദ്ധർക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ 20-ാം തീയതി വിപുലമായൊരു ജനകീയ പ്രതിഷേധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. TCV തൃശൂർ. തളിക്കുളം തമ്പാൻ കടവിൽ സുഹൃത്തുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. തളിക്കുളം പത്താങ്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാലിപ്പറമ്പിൽ സലിമിന്റെ മകൻ നാദിഷയാണ് കാണാതായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. തമ്പാൻ കടവിലുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തി കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെടുകയായിരുന്നു. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇരിങ്ങാലക്കുട ITU അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധ സമരം. കൈക്കുഞ്ഞുങ്ങളുമായി 100 കണക്കിന് നിക്ഷേപകരാണ് പ്രതിഷേധവുമായി എത്തിയത്. നിക്ഷേപകരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതിനായി പോലീസിൽ നിന്നും മൈക്ക് അനുമതി വാങ്ങിയിരുന്നു. എങ്കിലും അവസാന നിമിഷം പോലീസ് എത്തി ഇത് നിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധ യോഗം ബാങ്കിന് മുകളിലെ ഹാളിലേക്ക് മാറ്റുകയായിരുന്നു.
വിഷയം അവതരിപ്പിക്കാൻ അടുത്ത ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളതായും സംഘാടകർ അറിയിച്ചു. ഭാരവാഹികളായ ബിബിൻ ജോണി, ലിയോ പി ആൻഡോ, പ്രിൻസ് മാത്യു ചക്കാലയ്ക്കൽ, മുരളി ചാലക്കുടി എന്നിവർ നേതൃത്വം നൽകി. തിരുവില്ലാമലയിലെ വളം ഡിപ്പോയിൽ മോഷണം. KC വിൽസന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിൽ മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും 1 ലക്ഷം രൂപ കവർന്നു. രാവിലെ കട തുറന്നയുടൻ പുൽനാശിനി ആവശ്യപ്പെട്ട് ഒരാൾ കടയിലേക്ക് എത്തിയിരുന്നു. വ്യാപാരിയുടെ ശ്രദ്ധ തിരിച്ച് മേശപ്പുറത്തിരുന്ന ബാഗിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുക്കുകയായിരുന്നു. പ്രദേശത്തെയും കടയിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി പഴയന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ വീർപ്പുമുട്ടി തിരുവില്ലാമല, മലേശമംഗലം, തെക്കേ പുത്തൻമാരി നിവാസികൾ. നല്ല റോഡില്ല, വെളിച്ചമില്ല, കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷം. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് പുത്തൻമാരി നിവാസികൾ. റോഡില്ലാത്തതുമൂലം അസുഖം വന്നുകഴിഞ്ഞാൽ രോഗിയെ കസേരയിലെടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തിട്ടും പഞ്ചായത്ത് പണി തുടങ്ങിയിട്ടില്ലെന്നാണ് ആരോപണം. 5-6 മീറ്റർ ഇപ്പോഴും വീതിയിൽ ഉള്ള സ്ഥലം പഞ്ചായത്തിന് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. സ്റ്റാമ്പ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് തൊഴിലുറപ്പിൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. അത് കൊടുത്തിട്ട് 5-6 കൊല്ലം കഴിഞ്ഞു. ഉടനെ പണി തുടങ്ങാൻ നിങ്ങളത് കൊടുക്കണം എന്ന് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ പ്രസിഡന്റായിരുന്നു. ആ മെമ്പർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ആ പേപ്പർ അവിടെ കൊണ്ട് കൊടുത്തത്. അതിൻ്റെ ഈ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മിക്കാമെന്ന വാഗ്ദാനവും പാഴായി. മാറി മാറി വരുന്ന തിരുവില്ലാമല പഞ്ചായത്ത് ഭരണസമിതികളെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽക്കാലായ പറയും മഴക്കാലാവട്ടെ അപ്പം ചെയ്യാം, മഴക്കാലായ പറയും ഇപ്പം എങ്ങനെ വെള്ളത്തിൽ ചെയ്യണം, വേനൽക്കാലത്ത് ചെയ്യാൻ. സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് 4-5 വീടുകൾ ഇവിടെ ആശ്രയ പദ്ധതിയുടെ പേരിൽ കെട്ടിയിട്ടുള്ളത്. അത് എനിക്ക് റോഡ് എത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാ പാർട്ടിക്കാരും ഭരണത്തിൽ വന്നവരോടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവരും ചെയ്യാം, ആരും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യാമെന്നും പറഞ്ഞു. അത് മാത്രമല്ല, ഒരു റോഡ് പാടത്തിന്റെ നടുക്ക് അവസാനിപ്പിക്കുന്ന ഒരു പക്ഷേ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നാനില്ല. ഒരു റോഡ് കൊടുക്കുന്ന പാടത്തിന്റെ നടുക്ക് അവിടെ നടുക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ് ആ റോഡ്? അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ താമസിക്കണം. ആളെ വെള്ളം വന്നു കഴിഞ്ഞാൽ അസുഖമായിട്ട് കിടക്കുന്ന ഞങ്ങളെ അപ്പുറത്തേക്ക് കിടക്കാൻ വഴിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ദുരിത ജീവിതം അടുത്ത് പലരും ഇവിടെ നിന്ന് താമസം മാറിപ്പോയി. ഇവിടേക്ക് റോഡുകൾ സാധനമില്ല, വഴിവിളക്കില്ല, ഒന്നുമില്ല. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുറച്ചായി ബോറയിൽ അടിച്ചിട്ട് അതുകൊണ്ട് വെള്ളം ഉണ്ടാവുകൊണ്ട് നമ്മൾ താമസിക്കുന്നു. കുറച്ച് നാൾ താമസം നടന്നില്ല, റോഡും വെള്ളമൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് വെള്ളം വീണ്ടും പുറയിൽ അടിച്ച ശേഷമാണ് ഇവിടെ താമസിക്കണേ. അപ്പുറത്ത് ഇതുപോലെ ആൾക്കാരുണ്ടാകുന്നു, അവരൊന്നും വന്ന് താമസിക്കില്ല. ഒരു കാട് പ്രദേശമാണ്. എന്തെങ്കിലും ഒരു സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പന്നിയായിട്ടും ഇഷ്ടം പോലെ ശല്യമുള്ള സ്ഥലമാണ്. ഒരു വഴിവിളക്ക് ഞങ്ങൾ മുകളിൽ വന്നിട്ടും പോസ്റ്റ് ഇല്ല അതാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു വഴിവിളക്ക് പോലും കിട്ടിയിട്ടില്ല. മെയിൻ കാര്യം ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരു വഴിയില്ല. അതുകൊണ്ട് റോഡ് വേണം. വയസ്സായ ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഉണ്ട്. അസുഖം വന്നിട്ട് ഓരോന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരായിട്ട് ഒക്കെ എന്താ പറയുക, കസേരയിലൊക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. വെള്ളം വന്ന് അതിൽ വരാനേ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ മെമ്പർമാരോടും പഞ്ചായത്തിലാണെങ്കിലും ആരോടാണെങ്കിലും ഞങ്ങൾക്കൊരു വഴിയും ഉള്ള സൗകര്യം ചെയ്തു തരാൻ പറയുക. മഴക്കാലത്താൽ പ്രദേശത്ത് ദുരിതമേറും. അധികൃതർ ഇനിയെങ്കിലും നിസ്സംഗത വെടിഞ്ഞ് തങ്ങളുടെ ദുരിത ജീവിതത്തിന് അറുതി വരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന. TCV ന്യൂസ്, തിരുവില്ലാമല. മരത്താക്കര ദേശീയപാത തൃശൂർ മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ KSRTC ബസ്സിടിച്ച് 9 പേർക്ക് പരിക്ക്. ബസ് യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ചേർത്തലയിൽ നിന്നും പഴനിക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറിക്ക് മുന്നിൽ പോവുകയായിരുന്ന പിക്കപ്പ് വാൻ അപ്രതീക്ഷിതമായി നിർത്തിയതോടെ പിന്നിൽ വന്ന ടോറസ് ലോറിയും KSRTC ബസ്സും അപകടത്തിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കുണ്ട്. അപകടത്തിൽപ്പെട്ട ബസിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ആർത്താറ്റ് പെട്രോൾ പമ്പിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. ചാലിശ്ശേരി സ്വദേശി രാഹുലിനാണ് പരിക്കേറ്റത്. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ രാഹുലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു.
വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കെ രാധാകൃഷ്ണൻ MP നിവേദനം നൽകി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കോവിഡിന് മുൻപുണ്ടായിരുന്ന ട്രെയിൻ സ്റ്റോപ്പുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകിയത്. കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്നാരോപിച്ച് അമ്മയെ ക്രൂരമായി ആക്രമിച്ച് കൈ തല്ലിയൊടിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. ചേറ്റുവ ഏങ്ങണ്ടിയൂർ സ്വദേശി മനോജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. മനോജിന്റെ കുടുംബത്തിനുണ്ടായ ദുരിതങ്ങൾക്ക് കാരണം അമ്മ തുളസി മന്ത്രവാദം ചെയ്തതാണെന്നാരോപിച്ചായിരുന്നു ആക്രമണം. 2026 ഈ മാസം 6 രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ചേറ്റുവയിലുള്ള തറവാട് വീട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന അമ്മ തുളസിയെ ബലം പ്രയോഗിച്ച് താഴെയിട്ട് മർദ്ദിക്കുകയും ചവിട്ടുകയും കൈ പിടിച്ചു തിരിച്ച് ഒടിച്ച് കത്തിയെടുത്ത് കഴുത്തിൽ കുത്താൻ ശ്രമിക്കുകയും ചെയ്തു. 2025 ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും 2024 വാർഡ് മെമ്പറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് മനോജ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI ലാൻസൻ, ASI കാജ ഹുസൈൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിഷാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. ആളൂരിൽ ബാറിൽ നിന്ന് 85,400 രൂപ മോഷ്ടിച്ച മുൻ ജീവനക്കാരനെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കല്ലട ഹോളിഡേ ഇൻ ബാറിലെ അക്കൌണ്ടന്റായിരുന്ന പാലക്കാട് മുടപ്പള്ളി സ്വദേശി കൃപാദാസിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 13 പുലർച്ചെയാണ് പ്രതി പണം മോഷ്ടിച്ചത്. 3 മാസത്തോളം ബാറിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ മോഷണത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഷിബു ജയകുമാർ, CPOമാരായ ഡാനിയൽ, ഹരികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തെരുവോരങ്ങളിലും കടവരാന്തകളിലും അന്തിയുറങ്ങുന്നവരെ നിയന്ത്രിക്കാൻ ടെമ്പിൾ പോലീസ് പ്രത്യേക നടപടി ആരംഭിച്ചു. സാമൂഹ്യവിരുദ്ധരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും നുഴഞ്ഞു കയറുന്നതും ഇതുമൂലം ക്രമസമാധാന പ്രശ്നങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നതുമാണ് നടപടിക്ക് കാരണം. കഴിഞ്ഞ 3 മാസത്തിനിടെ നടന്ന 2 കൊലപാതകങ്ങൾ ഉൾപ്പെടെ സമീപകാലത്തെ ചില ഗുരുതര കേസുകളിൽ തെരുവോരങ്ങളിൽ കഴിയുന്നവർ പ്രതികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. രാത്രിയിൽ മദ്യപിച്ച് സംഘർഷമുണ്ടാക്കൽ, മോഷണം, പിടിച്ചുപറി തുടങ്ങിയ സംഭവങ്ങളും പതിവാണെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുകയും സ്ട്രേഞ്ചേഴ്സ് ഗ്രൂപ്പ് എന്ന വാട്സ്ആപ്പ് സംവിധാനത്തിലൂടെ വിവരശേഖരണം നടത്തുമെന്ന് ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാട്ടൂർ പറഞ്ഞു. അടുത്ത ആഴ്ച മുതൽക്ക് തന്നെ, ഈ ആഴ്ചയിൽ അവസാന ദിവസം മുതൽക്ക് തന്നെ ഈ പാതയോരത്തും പ്രത്യേകിച്ച് അമ്പലത്ത് പരിസരത്തിലെ സ്ലാബുകൾ മുതലായവയിൽ ആളുകൾ കിടക്കാൻ പാടില്ല. രാത്രി ആളുകൾ കിടക്കാൻ പാടില്ല. അവരെ സാമൂഹ്യ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് അങ്ങോട്ട് അയക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു ടാസ്കിന് നമ്മൾ മുന്നിട്ടിറങ്ങിയാണ്.
അപ്പോൾ രാത്രി ഇത്തരം ആളുകളെ പ്രത്യേകം പരിശോധിച്ച് അവരെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചയക്കാനുള്ള നടപടിക്കാണ് നമ്മൾ മുൻകൈ എടുക്കുന്നത്. ഗുരുവായൂരിനെ ഒരു ക്രൈം രഹിത സ്ഥലമാക്കാൻ മാറ്റുമോ എന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ബന്ധുക്കൾക്കൊപ്പം തിരിച്ചയക്കാനും മറ്റുള്ളവരെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സഹായത്തോടെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുമാണ് ലക്ഷ്യം. ഇതിനായി രാത്രികാല പരിശോധനകൾ ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിന് പുറത്ത് മേൽശാന്തി കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗജപൂജയും ആനയൂട്ടും നടന്നത്. കൊമ്പന്മാരായ കാളിയാർ മഠം ശേഖരൻ, പീച്ചിയിൽ രാജീവ്, കൊളക്കാടൻ ഗണപതി, പുതിർകോവിൽ പാർത്ഥസാരഥി, പിടിയാനയായ തോട്ടേക്കാട്ട് കുഞ്ഞിലക്ഷ്മിയടക്കം 5 ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുധീക് കുമാർ, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസങ്ങളായി നടന്നുവരുന്ന പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശ ചടങ്ങുകളും സമാപിച്ചു. ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പൽ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ പ്രമുഖ താന്ത്രിക ആചാര്യന്മാരും വൈദിക ശ്രേഷ്ഠരും ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്രം മേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അച്യുത് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ ഉദയൻ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അബ്ദുറഹ്മാൻ, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ മാധവൻകുട്ടി, അബ്ദുൽ ജബ്ബാർ, ഹരിദാസ് കണ്ണൻ, K മോഹൻദാസ്, ഷഹീർ വട്ടപ്പറമ്പിൽ, ബീന രവി, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നില ബഹ്റിൻ പ്രവാസി കൂട്ടായ്മ ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജനറൽ സെക്രട്ടറി ഷിബു ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. ബഷീർ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. അസീസ് പള്ളം, ഷമീർ വരവൂർ, മുഹമ്മദ് കുട്ടി പൂളയ്ക്കൽ, ഷറഫുദ്ദീൻ പുതുശ്ശേരി, വഹാബ് ആലിക്കൽ, സ്വാദിഖ് വെട്ടിക്കാട്ടിരി എന്നിവർ സംസാരിച്ചു. തളിക്കുളം കാരുണ്യ സേവാ ട്രസ്റ്റ് ഉമ്മൻചാണ്ടി അനുസ്മരണവും ഡയാലിസിസ് കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ചാണ്ടി ഉമ്മൻ MLA ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ MK ബാബുരാജ് അധ്യക്ഷനായി. AS വാസു, PS രാജു, വാസു വളാഞ്ചേരി, N ഷാജി, MN ഷംസുദ്ദീൻ, കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. നളന്ദ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തിയിൽ രാമായണം കൂത്ത് അവതരിപ്പിച്ചു.
കലാമണ്ഡലം ഈശ്വരനുണ്ണിയാണ് കൂത്ത് അവതരിപ്പിച്ചത്. ശ്രീരാമസന്നിധിയിൽ നിന്ന് ലങ്കയിലേക്ക് സഞ്ചരിക്കുന്ന ഹനുമാൻ നേരിടുന്ന തടസ്സങ്ങളായിരുന്നു പ്രധാന പ്രതിപാദ്യം. കലാമണ്ഡലം ഈശ്വരനുണ്ണിയെ ഡോക്ടർ CM നീലകണ്ഠൻ, ഡോക്ടർ NR ഗ്രാമപ്രകാശ് എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസ്മിത ഖേലോ ഇന്ത്യ സെബക് താക്രോ ലീഗിന് തുടക്കമായി. കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ജോൺസൺ തെക്കേക്കര അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സാജു ചാക്കോ, പ്രധാന അധ്യാപകൻ റിൻസ് P സെബാസ്റ്റ്യൻ, സെബക് താക്രോ അസോസിയേഷൻ ഭാരവാഹികളായ KC പ്രവീൺ, MK പ്രേംകൃഷ്ണൻ, TV മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച് പൊയ്യ പഞ്ചായത്ത് സ്കൂളുകൾക്ക് കായിക ഉപകരണങ്ങൾ നൽകും. പുളിപ്പറമ്പ് സെന്റ് തോമസ് UP സ്കൂളിന് മന്ത്രി OJ ജനീഷ് ഫുട്ബോൾ നൽകിയാണ് പദ്ധതിയുടെ തുടക്കം കുറിച്ചത്. പഞ്ചായത്തിലെ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടാൽ പൊതുജന പങ്കാളിത്തത്തോടെ കായിക ഉപകരണങ്ങൾ നൽകുമെന്ന് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് പറഞ്ഞു. കുട്ടികൾ ലഹരി ഉൽപ്പന്നങ്ങളിൽ ആകൃഷ്ടരാകാതിരിക്കാൻ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാനാണ് പഞ്ചായത്ത് ശ്രമം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് വിതരണം ചെയ്തു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹസൻ വില്ലത്ത് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF ചെയർമാൻ KL ജോസ്, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, AM ബിജു തുടങ്ങിയവർ സംസാരിച്ചു. നായരങ്ങാടി കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VG സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ജിബി ജോസഫ്, ബൂത്ത് പ്രസിഡന്റ് PA ജിജോ, PN ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി ചികിത്സാ സഹായമായി ആറ്റാമ്പുള്ളി ഷീജയ്ക്ക് 25,000 രൂപ കൈമാറി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. സോയ് കോലഞ്ചേരി, ജോഷി കാഞ്ഞൂത്തറ, CA ബെന്നി, TI കരീം, PS സന്തോഷ് കുമാർ, കരീം മഞ്ഞളിവളപ്പിൽ, ജിയോ കൊടിയൻ, VN ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മണലിത്തറ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടന്നു. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ജോഫി ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ മെമ്പർ AR കൃഷ്ണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ, PT മണികണ്ഠൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം ആചരിച്ചു. ഒളരിക്കര സെന്ററിൽ നടന്ന അനുസ്മരണം DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ K രാമനാഥൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ പുതൂർക്കര, മണ്ഡലം ഭാരവാഹികളായ V പ്രദീപ്, VV രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കോടശ്ശേരി വീരൻചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ കമ്പിവേലിയുടെ വലയിൽ കുടുങ്ങിയ ഈനാംപേച്ചിയെ വനപാലകർ രക്ഷിച്ചു. കുടുങ്ങിക്കിടക്കുന്ന ഈനാംപേച്ചിയെ കണ്ട വീട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK മധു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ MT വിഷ്ണു, ഫോറസ്റ്റ് വാച്ചർ നടരാജൻ, ചാലക്കുടി ഫോറസ്റ്റ് മൊബൈൽ പാർട്ടി വൈൽഡ് ലൈഫ് റെസ്ക്യൂവർ ദീപു, വാച്ചർ ഷിനോയ്,
ഡ്രൈവർ ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വേലൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ അരുന്ധതി സുരേഷ് അധ്യക്ഷയായി. ജമീല രാജീവ്, കർമ്മല ജോൺസൺ, ഗീത ബാലകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലൂടെ പാർട്ടി അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനൊരുങ്ങി പാർട്ടി. തളിക്കുളം തമ്പാർക്കടവിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. പത്താങ്കല്ല് സ്വദേശി നാദിർഷയാണ് കാണാതായത്. ഇരിങ്ങാലക്കുട ITU അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധ സമരം. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നിക്ഷേപകർ. തിരുവില്ലാമലയിൽ വളം ഡിപ്പോയിൽ മോഷണം. മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും 1 ലക്ഷം രൂപ കവർന്നു. പുൽനാശിനി ആവശ്യപ്പെട്ട് കടയിലെത്തിയ ആളാണ് മോഷണം നടത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ വീർപ്പുമുട്ടി തിരുവില്ലാമല, മലേശമംഗലം, തെക്കേ പുത്തൻമാരി നിവാസികൾ. മേഖലയിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.